എല്ലാവർക്കും ചോക്ക് ഡ്രീംസിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 2 നടന്ന കേറ്ററ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേറ്ററ്റ് കാറ്റഗറി 1 പാർട്ട് 2 മലയാളം. 91. ഈ കവിതയുടെ കേന്ദ്രാശയം ഏതാണ്? ഓപ്ഷൻ എ, മലയാള ഭാഷയുടെ വളർച്ചയിലുള്ള സന്തോഷവും അഭിമാനവും. ഓപ്ഷൻ ബി, പ്രകൃതി നശീകരണത്തിനെതിരെയുള്ള പ്രതിഷേധം. ഓപ്ഷൻ സി, നീതി നിഷേധിക്കപ്പെടുന്ന സാമൂഹ്യ വ്യവസ്ഥകളോടുള്ള പ്രതികരണം. ഓപ്ഷൻ ഡി, മാതൃഭാഷ തകർക്കപ്പെടുന്നതിലുള്ള വേദനയും പ്രതിഷേധവും. ഉത്തരം ഓപ്ഷൻ ഡി, മാതൃഭാഷ തകർക്കപ്പെടുന്നതിലുള്ള വേദനയും പ്രതിഷേധവും. 92. വിറ്റുവോ നീ എൻ്റെ ജീവിതഭാഷയെ എന്ന വരിയിൽ പ്രകടമാകുന്ന ഭാവം ഏത്? ഓപ്ഷൻ എ, നിസ്സംഗത. ഓപ്ഷൻ ബി, ക്രോധവും ദുഃഖവും. ഓപ്ഷൻ സി, പ്രതീക്ഷയും ആകാംക്ഷയും. ഓപ്ഷൻ ഡി, സമാധാനവും സംതൃപ്തിയും. ഉത്തരം ഓപ്ഷൻ ബി, ക്രോധവും ദുഃഖവും. 93. ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു. ഈ വരികളിലെ ആശയത്തിന് യോജിച്ചതേത്? ഓപ്ഷൻ എ, സൂര്യന്റെ കണ്ണുകളിൽ അഗ്നി ചിതറുന്നു. ഓപ്ഷൻ ബി, കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകൾ. ഓപ്ഷൻ സി, ബോധോദയത്തിനായി തുറക്കുന്ന നേത്രങ്ങൾ. ഓപ്ഷൻ ഡി, കണ്ണുകൾ സൂര്യചൈതന്യം സ്വപ്നം കാണുന്നു. ഉത്തരം ഓപ്ഷൻ സി, ബോധോദയത്തിനായി തുറക്കുന്ന നേത്രങ്ങൾ. 94. ഇവിടെ സഹ്യപുത്രി മലയാളം എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ഭാഷയ്ക്ക് ഭൂമിയോടും സംസ്കാരത്തോടുമുള്ള ആത്മബന്ധം. ഓപ്ഷൻ ബി, ഭാഷയുടെ കൃത്രിമത്വവും ഗഹനതയും. ഓപ്ഷൻ സി, ഭാഷയാണ് എല്ലാറ്റിൻ്റെയും മാതാവ്. ഓപ്ഷൻ ഡി, ഭാഷയുടെ ലാളിത്യം. ഉത്തരം ഓപ്ഷൻ എ, ഭാഷയ്ക്ക് ഭൂമിയോടും സംസ്കാരത്തോടുമുള്ള ആത്മബന്ധം. 95. ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ. ഈ വരികളിൽ സൂചിപ്പിക്കപ്പെടുന്ന കവി ആര്? ഓപ്ഷൻ എ, വള്ളത്തോൾ. ഓപ്ഷൻ ബി, എഴുത്തച്ഛൻ. ഓപ്ഷൻ സി, ചെറുശ്ശേരി. ഓപ്ഷൻ ഡി, ഇടശ്ശേരി. ഉത്തരം ഓപ്ഷൻ സി, ചെറുശ്ശേരി. 96. എഴുത്തുകാരന്റെ കാഴ്ചയിൽ പൂതപാട്ട് യഥാർത്ഥത്തിൽ ആരുടെ കഥയാണ്? ഓപ്ഷൻ എ, വിജയിച്ച അമ്മയുടെ കഥ. ഓപ്ഷൻ ബി, നഷ്ടപ്പെട്ട ഉണ്ണിയുടെ കഥ. ഓപ്ഷൻ സി, തോറ്റ പൂതത്തിന്റെ കഥ. ഓപ്ഷൻ ഡി, കവിയുടെ ജീവിതകഥ. ഉത്തരം ഓപ്ഷൻ സി, തോറ്റ പൂതത്തിന്റെ കഥ. 97. ഇന്നുവരെയുള്ള പൂതപാട്ട് വായനകളെക്കുറിച്ച് എഴുത്തുകാരൻ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം ഏത്? ഓപ്ഷൻ എ, അവ ഭാഷാപരമായി ദുർബലമാണ്. ഓപ്ഷൻ ബി, അവ ചിഹ്നങ്ങളെ വേണ്ടവിധം വിശകലനം ചെയ്തിട്ടില്ല. ഓപ്ഷൻ സി, അവ ചരിത്രവിരുദ്ധമാണ്. ഓപ്ഷൻ ഡി, അവ നാടോടി പാരമ്പര്യം അവഗണിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി, അവ ചിഹ്നങ്ങളെ വേണ്ടവിധം വിശകലനം ചെയ്തിട്ടില്ല. 98. പൂതപാട്ടിന്റെ ആവർത്തിച്ചുള്ള വായനകളിൽ എഴുത്തുകാരനെ ഏറ്റവുമധികം അമ്പരിപ്പിച്ച കാര്യമേത്? ഓപ്ഷൻ എ, രതിയുടെയും പ്രണയത്തിന്റെയും ചിഹ്നസമൃദ്ധി. ഓപ്ഷൻ ബി, ഭൂതത്തിന്റെ ക്രൂരത. ഓപ്ഷൻ സി, മാതൃത്വത്തിന്റെ മഹത്വവൽക്കരണം. ഓപ്ഷൻ ഡി, കുട്ടികൾക്കായുള്ള ലളിത കഥാരൂപം. ഉത്തരം ഓപ്ഷൻ എ, രതിയുടെയും പ്രണയത്തിന്റെയും ചിഹ്നസമൃദ്ധി. 99. ചിഹ്നങ്ങളെ അടുത്തുനിന്ന് കാണുമ്പോൾ പൂതപാട്ട് എന്തായി മാറുന്നു എന്നാണ് എഴുത്തുകാരൻ വിലയിരുത്തുന്നത്? ഓപ്ഷൻ എ, കുറ്റത്തിന്റെയും ശിക്ഷയുടെയും പാട്ടായി. ഓപ്ഷൻ ബി, മാതൃത്വത്തിന്റെ ഗീതമായി. ഓപ്ഷൻ സി, ആഖ്യാനക കവിതയായി. ഓപ്ഷൻ ഡി, കാമനകളുടെ പാട്ടായി. ഉത്തരം ഓപ്ഷൻ ഡി, കാമനകളുടെ പാട്ടായി. 100. പൂതമനുഭവിക്കുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ, വധശിക്ഷ. ഓപ്ഷൻ ബി, നാടുകടത്തൽ. ഓപ്ഷൻ സി, അലഞ്ഞുതിരിയൽ. ഓപ്ഷൻ ഡി, തടവുശിക്ഷ. ഉത്തരം ഓപ്ഷൻ സി, അലഞ്ഞുതിരിയൽ. 101. ചുവടെ കൊടുത്തവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമായത് ഏത്? ഓപ്ഷൻ എ, നടത്തുന്നു. ഓപ്ഷൻ ബി, ഇരിക്കുന്നു. ഓപ്ഷൻ സി, ഉണ്ണുന്നു. ഓപ്ഷൻ ഡി, അകലുന്നു. ഉത്തരം ഓപ്ഷൻ എ, നടത്തുന്നു. 102. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളുടെ കവിതാസ്വാദനക്കുറിപ്പ് വിലയിരുത്തുന്നതിന് പരിഗണിക്കേണ്ട സൂചകങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയില്ലാത്തതേത്? ഓപ്ഷൻ എ, ആശയം കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്ഷൻ ബി, വർണ്ണനയുടെ ഭംഗി കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്ഷൻ സി, കവിതയിലെ ധ്വനിയും ബിംബകൽപ്പനകളും വിശദമാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി, സ്വന്തം നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി, കവിതയിലെ ധ്വനിയും ബിംബകൽപ്പനകളും വിശദമാക്കിയിട്ടുണ്ട്. കുറിപ്പ് പ്രൈമറി തലത്തിൽ ധ്വനിയും ബിംബകൽപ്പനകളും വിശദമാക്കുന്നത് അല്പം പ്രയാസകരമാണ്. 103. പ്രൈമറി ക്ലാസ്സിലെ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയ പ്രവർത്തനം തയ്യാറാക്കുമ്പോൾ
അപ്രധാനമായ ബൗദ്ധിക പ്രക്രിയ ഏത്? ഓപ്ഷൻ എ ഗണനചിന്ത, ഓപ്ഷൻ ബി സർഗാത്മക ചിന്ത, ഓപ്ഷൻ സി വിമർശനാത്മക ചിന്ത, ഓപ്ഷൻ ഡി വിശകലനാത്മക ചിന്ത. ഉത്തരം ഓപ്ഷൻ എ ഗണനചിന്ത. 104. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴഞ്ചൊല്ലിന്റെ ആശയത്തിന് യോജിച്ചത് ഏത്? ഓപ്ഷൻ എ ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കരുത്, ഓപ്ഷൻ ബി പരിശ്രമം കൊണ്ട് വിജയം നേടാം, ഓപ്ഷൻ സി ദുഷ്കർമ്മത്തിന് അതനുസരിച്ച് ഫലവും ലഭിക്കും, ഓപ്ഷൻ ഡി ഗുണം ചെയ്തിട്ട് ദോഷമനുഭവിക്കേണ്ടി വരിക. ഉത്തരം ഓപ്ഷൻ സി ദുഷ്കർമ്മത്തിന് അതനുസരിച്ച് ഫലവും ലഭിക്കും. 105. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്ന ക്ലാസ് റൂം പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ ഒരു കവിതാഭാഗം ചൊൽക്കാഴ്ച, ചിത്രം, നാടകം തുടങ്ങി വൈവിധ്യമാർന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുന്നു, ഓപ്ഷൻ ബി കവിതയുടെ ആശയവും മറ്റു സവിശേഷതകളും ടീച്ചർ ആദ്യം വിവരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു, ഓപ്ഷൻ സി കവിതാ വായനയിൽ പ്രയാസം നേരിടുന്നവരെക്കൊണ്ട് പ്രസ്തുത ഭാഗം ആവർത്തിച്ച് എഴുതിക്കുന്നു, ഓപ്ഷൻ ഡി പഠനപ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികൾക്കായി സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ഒരു കവിതാഭാഗം ചൊൽക്കാഴ്ച, ചിത്രം, നാടകം തുടങ്ങി വൈവിധ്യമാർന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുന്നു. 106. നിലവിൽ ഉദ്ഗ്രഥന രീതി സ്വീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ ക്ലാസുകളിലാണ്? ഓപ്ഷൻ എ 1ഉം 2ഉം ക്ലാസുകളിൽ, ഓപ്ഷൻ ബി LP ക്ലാസുകളിൽ, ഓപ്ഷൻ സി 1ആം ക്ലാസ്സിൽ മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ക്ലാസുകളിൽ. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ക്ലാസുകളിൽ. 107. പുതിയ പഠന സമീപനമനുസരിച്ച് പഠനത്തിൽ പാഠ്യപുസ്തകത്തിന്റെ സ്ഥാനമെന്ത്? ഓപ്ഷൻ എ ഒരേയൊരു പഠനസാമഗ്രി, ഓപ്ഷൻ ബി കുട്ടികൾ മാത്രം ഉപയോഗിക്കേണ്ട പഠനസാമഗ്രി, ഓപ്ഷൻ സി പാഠ്യപുസ്തകം വിനിമയം ചെയ്യലാണ് പാഠ്യപദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം, ഓപ്ഷൻ ഡി പഠനബോധന സാമഗ്രികളിൽ ഒന്ന്. ഉത്തരം ഓപ്ഷൻ ഡി പഠനബോധന സാമഗ്രികളിൽ ഒന്ന്. 108. ചുവടെ നൽകിയവയിൽ പ്രകടനത്തിന്റെ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ എ ഭാഷണം, ഓപ്ഷൻ ബി ശ്രവണം, ഓപ്ഷൻ സി ലേഖനം, ഓപ്ഷൻ ഡി അഭിനയം. ഉത്തരം ഓപ്ഷൻ ബി ശ്രവണം. 109. ഉൾച്ചേർന്ന ക്ലാസ് മുറി സങ്കല്പമനുസരിച്ച് കേൾവി പരിമിതിയുള്ള കുട്ടികളെ പരിഗണിക്കുന്നതിന് ഏറ്റവും യോജിച്ച സമീപനം ഏത്? ഓപ്ഷൻ എ ആശയാവതരണത്തിന് അധ്യാപിക മാഗ്നിഫയറുകൾ ഉപയോഗിക്കുക, ഓപ്ഷൻ ബി ഓരോ വാക്കും പലവട്ടം ആവർത്തിച്ചെഴുതിക്കുക, ഓപ്ഷൻ സി ഉചിതമായ ദൃശ്യസാമഗ്രികൾ ഉപയോഗിക്കുക, ഓപ്ഷൻ ഡി ബ്രെയിലി ലിപിയിലുള്ള വായനാ സാമഗ്രികൾ ഉപയോഗിക്കുക. ഉത്തരം ഓപ്ഷൻ സി ഉചിതമായ ദൃശ്യസാമഗ്രികൾ ഉപയോഗിക്കുക. 110. ചുവടെ പിരിച്ചെഴുതിയവയിൽ വ്യത്യസ്തമായതേത്? ഓപ്ഷൻ എ മഴയില്ല, മഴ ഇല്ല, ഓപ്ഷൻ ബി ഇലത്താളം, ഇല താളം, ഓപ്ഷൻ സി ശക്തിയില്ല, ശക്തി ഇല്ല, ഓപ്ഷൻ ഡി മഴുവുണ്ട്, മഴു ഉണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ഇലത്താളം, ഇല താളം. കുറിപ്പ്: മറ്റുള്ളവ സന്ധി വരുന്നവയാണ്, ഇത് സമാസമാണ്. 111. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്നത്തെ വിലയിരുത്തൽ രീതിയുമായി ബന്ധമില്ലാത്തതേത്? എ നിർദ്ദിഷ്ട പഠന ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കുന്നു, ബി കേവലമായ ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം നൽകുന്നു, സി സാംസ്കാരിക നിലവാരക്കാരെയും പരിഗണിക്കുന്നു, ഡി ചിന്താ പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഉത്തരം ബി കേവലമായ ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം നൽകുന്നു. 112. വഹിനി സംതപ്ത ലോഹസ്ഥാം ബിന്ദുനാ സെന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഈ വരികൾ ആരുടെയാണ്? എ കുഞ്ചൻ നമ്പ്യാർ, ബി കുമാരനാശാൻ, സി ഉണ്ണായി വാര്യർ, ഡി എഴുത്തച്ഛൻ. ഉത്തരം ഡി എഴുത്തച്ഛൻ. 113. ചുവടെ നൽകിയവയിൽ അർത്ഥം എന്ന പദവുമായി ബന്ധമുള്ള ജോഡി ഏതാണ്? എ ധനം പൊരുൾ, ബി ഗുഹ പൊരുൾ, സി പണം ശരീരം, ഡി ദയ അഭിപ്രായം. ഉത്തരം എ ധനം പൊരുൾ. 114. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഉൾച്ചേർക്കേണ്ടത് ആരെയെല്ലാം? എ സാമൂഹിക സാംസ്കാരിക പിന്നാക്കാവസ്ഥയിലുള്ള കുട്ടികൾ, ബി ഭിന്നശേഷിക്കാരായ കുട്ടികൾ, സി പ്രതിഭാധനരായ കുട്ടികൾ, ഡി ഇവരെയെല്ലാം. ഉത്തരം ഡി ഇവരെയെല്ലാം. 115. വലിയ വ്യത്യാസം എന്നർത്ഥമുള്ള ശൈലി ഏത്? എ അജഗജാന്തരം, ബി ആനച്ചന്തം, സി അഞ്ചാം പത്തി, ഡി ആപാദചൂടം. ഉത്തരം എ അജഗജാന്തരം. 116.
രണ്ട് ഘടകപദങ്ങൾക്കും തുല്യ പ്രാധാന്യം വരുന്ന സമാസം ഏതാണ്? എ. കർമ്മധാരയൻ, ബി. ബഹുവ്രീഹി, സി. ദ്വന്ദ്വൻ, ഡി. ദ്വിഗു. ഉത്തരം സി. ദ്വന്ദ്വൻ. 117. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച നിരൂപകനാര്? എ. സജയ് കെ വി, ബി. ഇ പി രാജഗോപാലൻ, സി. എം കെ സാനു, ഡി. വി സി ശ്രീജൻ. ഉത്തരം എ. സജയ് കെ വി. 118. ചുവടെ നൽകിയവയിൽ സമാന താളത്തിലല്ലാത്ത വരികളേത്? എ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ബി. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ, സി. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഡി. വെട്ടത്ത് നാട്ടിൽ നിത്യസൗഭാഗ്യ സത്സിന്ദൂര പൊട്ടുപോലേഴും. ഉത്തരം ബി. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ. ഡിജിറ്റൽ പഠന വിഭവങ്ങളുടെ ശേഖരം ലഭ്യമാവുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ വെബ് പോർട്ടൽ ഏത്? എ. സഹിതം, ബി. സമ്പൂർണം, സി. സമേതം, ഡി. സമഗ്ര പ്ലസ്. ഉത്തരം ഡി. സമഗ്ര പ്ലസ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.